യവനിക നമ്മൾ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ട്രോൾസിലൊക്കെ ശരിക്കും ട്രോൾസിലൊക്കെ വരുന്നൊരു സംഭവമാണ്. ഏറ്റവും ബെസ്റ്റ് സീൻ എന്ന് പറയുന്നത് മമ്മൂക്കയായിട്ടുള്ള ആ ഒരു സ്റ്റേഷനിലെ കാര്യം പറയുന്നത് സ്വന്തം അച്ഛനല്ലേ കൊന്നാ കൊന്നു എന്ന് പറയില്ല എന്ന് പറയുന്ന ഡയലോഗില്ലേ. ഈ കാത്തു നീ കുത്തി കൊന്നിട്ട് ചവ ഇവിടെ മറവില്ല എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ. എന്തോന്ന് എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ. കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോകുന്നതാണ്. പാലപ്പവും താറാവ് റോസ്റ്റും പിന്നെ നമ്മുടെ ആറ്റുവാള കറി. ഓ എന്റെ കുരുമുളക് ഇട്ട് താറാവ് സ്റ്റൂ അതൊക്കെ ഇഷ്ടമാണ്. ചാക്കോച്ചൻ കളക്ടറായിട്ട് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, നിലത്തിരുന്ന് ഇങ്ങനെ നോക്കും. അതൊരു അതെ അതെ. ഞാൻ അവാർഡ് സിനിമ ചെയ്യാൻ പോവാ. അവാർഡ് നമ്മളാണ് തീരുമാനിക്കുന്നത്. അവാർഡ് കിട്ടുന്നത് നമ്മൾ നന്നായി ചെയ്തതിനു ശേഷം ജൂറി ഉണ്ട്, അവര് തീരുമാനിക്കും അവാർഡ് വേണോ. നമ്മൾ നന്നായി പടം ചെയ്യണം. ഉർവശി ചേച്ചിക്ക് വീണ്ടും ഒരു സംസ്ഥാന അവാർഡ്. അതിനുള്ള അതൊന്നും ഉർവശി ചേച്ചിക്ക് അവാർഡ് ഇനി എത്ര കിട്ടിയാലും അല്ലേ. പിന്നെ തീർച്ചയായിട്ടും അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്റെ അമ്മയ്ക്ക് അവാർഡ് കിട്ടി. ഷീസ് ലൈക്ക് അങ്ങനെ ഒരു ഇതല്ലേ. ചെയ്തോളാം ഉർവശി തോന്നൂല ചേച്ചി എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാന്ന്. ടെക്നിക്കലി ഇന്ന് അത്രയും വളർന്നിട്ടില്ല അന്ന്. പക്ഷെ ഇന്ന് ആ സിനിമ കണ്ടാലും അങ്ങനെയുള്ള കുഴപ്പം പടത്തിൽ ഫീൽ ചെയ്യില്ല. വിനോദയാത്രയിലെ 1 കിലോ അരിയുടെ വില എത്രയാണ്? എനിക്കതാണ്. ഇവിടെ പൃഥ്വിരാജ് വരുമ്പം അവസാനം ദേഹത്തെല്ലാം കൂടെ വലിച്ചെറിയത്തില്ലേ, ആ ക്ലൈമാക്സിന്റെ അവിടെ പിണങ്ങിയിരിക്കും ഇമോഷണൽ ആയിട്ട്. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് എന്തോ ഐ തിങ്ക് പുള്ളിയുടെ ദേഹത്ത് ഇങ്ങിട്ട് അടിക്കുന്നതും ആ സീൻ എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടം. വെറ്റൊക്കെ മുറുക്കി മറ്റേ വലിയ വളയം കമ്മലൊക്കെ ഇട്ട് ഒരു സംഭവം അല്ലേ. അതെ ഹായ് ഹലോ, ദിസ് ഈസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ പാലും പഴവും എന്നൊരു സിനിമ നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളത്തിൻ്റെ സ്വന്തം അശോകേട്ടൻ, മീര ജാസ്മിൻ ആൻഡ് അശ്വിൻ ബ്രോ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. അശ്വേട്ടാ, ആദ്യം തന്നെ പാലും പഴവും എന്നുള്ള പേരിന് ഭയങ്കര ഒരു കൗതുകമുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ട്രെയിലർ വന്നു, നല്ല രസമുണ്ട് ഇത് കാണാൻ. അപ്പോൾ എന്താണ് സിനിമ നമുക്കായിട്ട് ഒരുക്കി വെക്കുന്നത്? സിനിമ നിങ്ങൾക്ക് നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിനക്ക് നന്നായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നല്ല രസമായിട്ടല്ലേ ഷർട്ടും അലങ്കാരിക എന്ന് പറഞ്ഞാൽ ഇത് നല്ല കണ്ടോണ്ടിരിക്കാൻ രസമുള്ള സിനിമയായിരിക്കും. അത് പറഞ്ഞത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരിക്കും. ആണല്ലേ? ശരി, പറയൂ മീര, പാലും പഴവും എന്താണ് അതിലൊരു ഹുക്ക് പോയിന്റ് എന്തായിരുന്നു കഥ കേട്ടപ്പോൾ? ഹുക്ക് പോയിന്റ് എന്റർടൈൻമെന്റ് ആണ്. പിന്നെ ആ ഏജ് എൽഡർ ലേഡിയും യങ്ങർ ഗൈയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കൗതുകം, പിന്നെ അതെങ്ങനെ വർക്കൗട്ട് ആവുന്നു, അതൊരു നല്ലൊരു ഹ്യൂമറസ് വേയിൽ പറയുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു ഹുക്ക്. അതായിരുന്നു കേട്ടപ്പോൾ. ഇതാണ് എൻ്റെ ഹൈലൈറ്റ്. യങ്ങായിട്ടുള്ള ഒരാൾ കുറച്ച് അതിനെക്കാട്ട് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ഒരു അഫെയർ ആണ് ഇതിനകത്തുള്ളൂ. നമ്മളെപ്പോഴും കാണുന്നത് ആണുങ്ങൾക്ക് പ്രായം കൂടി പെണ്ണുങ്ങൾ കുറഞ്ഞ പ്രായമാണല്ലോ. അപ്പൊ അതൊരു വെറൈറ്റി ആണ് സംഭവം. അല്ല, പെണ്ണുങ്ങൾക്ക് ഇവിടെ രണ്ടുപേരും ഈക്വൽ പ്രായം തന്നെ, കുഴപ്പമില്ല. അച്ഛൻ്റെ സംഭവം ഇത് തന്നെയായിരുന്നു സെറ്റിലും ഈ പരിപാടിയായിരുന്നു. പാട്ടൊക്കെ പാടി അശോകന്റെ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അശോകേട്ടനെ പറ്റി നമ്മളിങ്ങനെ നോക്കൂല്ലോ മീര. നമ്മളിങ്ങനെ അശോകേട്ടനെ പറ്റി നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളെ പറ്റി നോക്കുന്ന സമയത്ത് ഞാൻ വിക്കിപീഡിയയിൽ കണ്ട കാര്യമാണ് അശോകേട്ടൻ പാട്ടുകാരനാവാനായിട്ട് കൂടി സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അങ്ങനെ ഫൈനലി ഈ പാലും പഴത്തിന്റെ ഒരു പിന്നണി ഗായകൻ കൂടിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അശോകേട്ട ശരിയാണോ? ശരിയാണ്. ഓക്കെ, ഏതായിരുന്നു അശോകേട്ട പാട്ട്? പാട്ടിനൊപ്പം ഉല്ലാസമേളം ഉള്ളാകമേളം പാട്ടിനൊപ്പം പോകുന്നേ മേഘജാലം ഉള്ളാകയോളം ഉല്ലാസമേളം. ഞങ്ങളെല്ലാം കൂടാണ് പാടിയത് ഞാനാണ്. സൗണ്ടിൽ കേൾക്കാണെന്ന് ഓർത്തല്ലേ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും എല്ലാവരും കൂടെ ഒന്ന് പാടി തരണം എനിക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ മീര, അപ്പോൾ ഈ സിനിമയിലെ കാര്യം പറഞ്ഞു. ഞാൻ എപ്പോഴും മീരയെ കാണുമ്പോഴൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ശരിക്കും മീരയ്ക്ക് കിട്ടിയൊരു ഭാഗ്യമില്ലേ? ലൈക്ക് ഒരു രസതന്ത്രം പോലൊരു സിനിമ, ഒരേ കടൽ പോലൊരു സിനിമയിലേക്ക് വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ആ രണ്ട് ലെജൻസിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ
രസതന്ത്രത്തിൽ പ്രത്യേകിച്ച് ആ ക്യാരക്ടർ, ഇതൊക്കെ ആദ്യം ഫ്രെയിമിൽ ലാലേട്ടൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ, ഒരേ കടലിൽ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുമ്പോൾ എന്തായിരുന്നു ഒരു ഫസ്റ്റ് മീര എന്ന ആ ഒരു കുട്ടിക്ക് തോന്നിയത്? ആ സമയം ഞാൻ ലാലേട്ടൻ ഫാനായിരുന്നു ചെറുപ്പത്തിൽ. അതായത് മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ വയസ്സിൽ, എനിക്ക് ചിലപ്പോൾ ഒരു 8, 9, 10 വയസ്സുള്ളപ്പം ലാലേട്ടൻ്റെ മൂവീസ് കാണുമ്പോൾ ഐ യൂസ് ടു ലൈക്ക് ഹിം. ആ ഒരു ഫാൻസി ചെയ്യായിരുന്നു. അപ്പം മമ്മൂക്കേനോടുള്ള ഇത് വേറെയായിരുന്നു. മമ്മൂക്കയുടെ പടങ്ങളൊക്കെ വാത്സല്യം, അമരം, അങ്ങനത്തെ പടങ്ങളൊക്കെ കണ്ട് മമ്മൂക്കേനോടൊരു വേറൊരു ബ്രദർ, ആ ഒരു വേറൊരു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വലിയേട്ടൻ, ആ ഒരു ഫീൽ എനിക്ക് മമ്മൂക്കയോടുള്ളത്. അത് വേറൊരു അഫെക്ഷൻ ആയിരുന്നു. ലാലേട്ടൻ ഓൾവേസ് യൂസ് ടു ബി, ഐ വാസ് ഓൺലി 10 years old or maybe 15 or maybe 12. In my mind he used to be my lover. Yeah, true. അപ്പോൾ അത്രയും ചെറിയ വയസ്സൊരു ഇങ്ങനെയൊക്കെ ആളെ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ കൂടെ ആദ്യം എനിക്ക് അഭിനയിക്കാനുള്ള ഫസ്റ്റ് അവസരം, ആ സീനൊക്കെ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഫോർ മീ ഇറ്റ് വാസ് അൺബിലീവബിൾ. ബിക്കോസ് ലാലേട്ടനെ ഞാൻ ആ രീതിയിൽ ആരാധിച്ചു, മമ്മൂക്കനെ ഈ രീതിയിൽ ആരാധിച്ചു. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. എന്നാലും ആ ഫസ്റ്റ് ഫ്രെയിം എങ്ങനെയായിരുന്നു? ഓർക്കുന്നുണ്ട് അനുഭവം? ഈ രസതന്ത്രത്തിലൊക്കെ ആദ്യം ഏത് ഷോട്ട് എടുത്തെന്നൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. രസതന്ത്രത്തിൽ മറ്റേ ആശാരി വീട്ടിലുണ്ടല്ലോ, അവർ പണി ചെയ്യാൻ വരത്തില്ലേ, അതൊക്കെ ആദ്യം എടുത്തത്. നല്ല രസമായിരുന്നു. അശ്വിൻ ഇപ്പോൾ ക്യൂനിലൂടെയാണ് നമുക്കൊരു ഓളം, അശ്വിൻ്റെ ഫേസ് കുറച്ചുകൂടെ റെക്കഗ്നൈസ് ആയത്. അതിനുശേഷമാണ് അനുരാഗം പോലത്തെ ഒരു സിനിമ വരുന്നതും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടത്തുന്നതും. ശേഷം ഇപ്പോൾ പാലും പഴത്തിലാണ് നമ്മൾ ഈ തമ്മിലിരിക്കുന്നത്. സോ ഈ ഒരു ജേണിയും അതുപോലെ തന്നെ ഇതിലെ ഒരു ക്യാരക്ടറും എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഐഡിയ മനസ്സിലാവും. നല്ല രസമുണ്ട് ആ സംഭവം. അപ്പോൾ എന്താണ് നമ്മുടെ ക്യാരക്ടർ? എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ പേര് സുനിൽ എന്നാണ്. സുനിൽ ഒരു 23 വയസ്സുകാരൻ, ഒരുപാട് അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ലൈഫിൽ പെട്ടെന്ന് സെറ്റിലാവണം, എന്നാൽ പണിയെടുക്കാൻ വേറെ എന്തെങ്കിലും ഐഡിയ നോക്കുന്ന ആൾ. അത് 23 വയസ്സിൽ നമുക്ക് ആ ഒരു ഏജ് ഉണ്ടല്ലോ, ആ ഒരു 20 കഴിഞ്ഞിട്ട് വരുന്ന നമ്മളുടെ ആ ടൈമിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരു ക്യാരക്ടറാണിത്, സുനിലിൻ്റെ ക്യാരക്ടർ. എനിക്ക് ഇപ്പം ക്വീനിൽ ചെയ്തതും ഇതിൻ്റെയൊക്കെ ഒരു വേറെ വെർഷൻ. പക്ഷെ എനിക്ക് അതിൽ നിന്നൊക്കെ ഇതിൽ ഡിഫറെൻ്റ് ആയി തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര എനിക്ക് ഇതിലെ പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞത്, എന്നെ VKP സാറാണെങ്കിലും കുറച്ച് എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി ഒരു എനിക്ക് തന്നെ ഒരു കുറേ പുതിയ എന്നെ കിട്ടി. പുതിയ എൻ്റെ റിയാക്ഷൻസ്, പുതിയ ഇൻറ്റേർണലൈസ്ഡ് ആയിട്ട് കുറച്ച് നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയ കുറേ ഇതുണ്ട്. അപ്പോൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഞാൻ ഈ സിനിമയിൽ എനിക്ക് വന്നത്. എൻ്റെ ജേർണി വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സിനിമ തിരക്കഥ ചെയ്തു, ഇപ്പം വേറൊരാളുടെ തിരക്കഥ ചെയ്യുമ്പോൾ അതിലുള്ള ഒരു സന്തോഷവും അത് ഭയങ്കര കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ രാവിലെ സെറ്റ് വരുമ്പോൾ നമുക്ക് സീൻ പേപ്പർ കിട്ടുന്നു, നമ്മളെ പോയി എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അല്ലെങ്കിൽ കഴിഞ്ഞ പടത്തിൽ ഞാൻ രാവിലെ പോയി എക്സ്പ്ലെയിൻ ചെയ്യണം, അവിടെ പോയി ഇത് പറയണം, നമ്മൾ അഭിനയിക്കുമ്പോൾ പോലും അപ്പുറത്തെ ആള് പെർഫോം ചെയ്യുന്നത് നോക്കണം, അങ്ങനെയുള്ള കുറെ. ഇവിടെ നമുക്ക് അതില്ല, നമ്മൾ കറക്റ്റായിട്ട് പണിയെടുക്കുക എന്നുള്ള സാധനം. അപ്പോൾ അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു ഇതിൽ. അശ്വേട്ടാ, ഞാൻ യവനിക നമ്മൾ പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ട്രോൾസിലൊക്കെ വരുന്നൊരു സംഭവമാണല്ലോ. അതിൽ ഏറ്റവും ബെസ്റ്റ് സീൻ എന്ന് പറയുന്നത് മമ്മൂക്കയായിട്ടുള്ള ആ ഒരു സ്റ്റേഷനിലെ കാര്യം പറയുന്നത്, സ്വന്തം അച്ഛനല്ലേ കൊന്നു എന്ന് പറയില്ല എന്ന് പറയുന്ന ഡയലോഗില്ലേ. ഇത് ഇപ്പോൾ അതൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ടും, ട്രോൾ മീൻസ് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, വളരെ പോസിറ്റീവായ ആളുകൾ അതിലെ ഫൺ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടർ അത്രയും എന്താ പറയുക, ഭയങ്കര ഭയങ്കര ഇന്നർ മീനിങ് ഉള്ള ഒരു ക്യാരക്ടറാണല്ലോ അതിൽ. എക്സാക്ട്. അപ്പോൾ ഈ യവനികയിൽ അത്തരം ആ സമയത്ത് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അത് ആ സിനിമ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ഉത്സവമായിരുന്നു ആ സമയം. കാരണം ദിവസം 10, 35, 40 അതൊക്കെ ജോർജ് സാർ അത് നമ്മളൊരു എന്താ പറയുക, ഒരു കല്യാണ വീട്ടിലൊക്കെ നിൽക്കുന്ന എല്ലാവരും ഉണ്ടല്ലേ, ഭരത് ഗോപി സാർ എല്ലാവരും ഉണ്ട്. ഒരു കല്യാണ വീട്ടിൽ നമ്മൾ താമസിച്ച് തലേദിവസമൊക്കെ വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റായിരുന്നു വാസ്തവത്തിൽ. അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് നിൽക്കുക, ആ എഫക്റ്റ് ആ സിനിമ വരും അഭിനയിക്കുന്ന സമയത്ത്. എന്താ പറയുന്നത്, നമുക്ക് ഇഷ്ടംപോലെ അഭിനയിക്കാനുള്ള സമയം തരിക. ജോർജ് സാർ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ പുള്ളിയുടെ ആ കാര്യങ്ങൾ അത് കറക്റ്റായി കിട്ടിയില്ലേ പുള്ളി അത് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ. പിന്നെ കൂടെ വയ്ക്കുന്ന ഈ പറഞ്ഞ പോലെ എല്ലാം വളരെ മികച്ച ആക്ടേഴ്സ് അല്ലേ. ഗോപിച്ചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ,
ജഗതി ചേട്ടൻ, മമ്മൂക്ക, വേണു നാഗുടി ചേട്ടൻ, ശൈലജ, തിലകൻ ചേട്ടൻ, അതെ, എല്ലാ ലെജൻസ്. ശ്രീനിവാസൻ ചേട്ടൻ. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രചോദനം നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ എൻ്റെ പിന്നണിയിലുള്ളവർ ONV കുറുപ്പ് സാറും, പാട്ട് NB ശ്രീനിവാസൻ സാറും, ക്യാമറ രാമേന്ദ്ര ബാബു സാറും, വമ്പൻ ടീമല്ലേ ഇതെല്ലാം. ഭയങ്കരമാണ്. അതിനകത്ത് ഞാൻ ഏറ്റവും കണ്ടിരിക്കുന്നത് അന്ന് ഫിലിമല്ലേ ഷൂട്ട് ചെയ്യുന്നതെന്ന്. ഇന്ന് നല്ല മാറി. കാരണം ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ ഇത്ര അടി, പിന്നെ 500 അടിയൊക്കെ പോകുന്ന ഇങ്ങനെ ശബ്ദം കേട്ട് പോകുമ്പോൾ വീണ്ടും റീടേക്ക് എന്ന് പറയുമ്പോൾ ഡയറക്ടർക്കാരും ആക്ടേഴ്സായാലും പ്രൊഡ്യൂസർക്കാരും ചങ്ക് കൊള്ളും. ആ പ്രൊഡ്യൂസറെ തീർച്ചയായിട്ടും നമ്മൾ വളരെ മാനിക്കുകയാണ്. അദ്ദേഹം ഹെൻറി എന്ന് പറഞ്ഞ ഒരാൾ, ഹെൻറി ആൻഡ് ചാർലി 2 പേരാണ്. അപ്പോൾ അതിൽ ഹെൻറി സാറാ കൂടെ ഇപ്പോൾ ഉണ്ട്. ഈ പോലീസ് സ്റ്റേഷനിൽ പുള്ളിയുണ്ട്, CB ഓഫീസറായിട്ട് നമുക്ക് പറയുന്നതൊക്കെ പുള്ളിയാണ്. പുള്ളി എത്ര ടേക്ക് ഇത് പോയാലും ഒന്നും പുള്ളിക്ക് പ്രശ്നമില്ല. അത് ആ പോലീസ് സ്റ്റേഷൻ പല റീടേക്കുകളും പുള്ളി കൂടെ പറഞ്ഞിട്ടാണ് എടുത്തത് പ്രൊഡ്യൂസറോടെ. ആശാനെ നമുക്ക് ഒന്നും എടുക്കാം, അതിങ്ങനെ ഇതല്ലേ. അപ്പോൾ ജോർജ് സാറ് എടുക്കാം, ജോർജ് സാറ് പറയുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് അങ്ങനെ ഒരു എൻകറേജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ചേട്ടൻ പറഞ്ഞത് ഫിലിം അശ്വിൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സൂത്രധാരൻ മുതല് എനിക്ക് VK പ്രകാശ് ഡിജിറ്റൽ VKP-യാ. നമ്മളിപ്പോ VKP-യുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതിൽ തന്നെ വന്നു തിരിച്ച്, രസതന്ത്രം ഒക്കെ അച്ചുവിന്റെ അമ്മ എല്ലാം ഫിലിമാ. അപ്പൊ എനിക്ക് തോന്നുന്നു PKP സാറിന്റെ നമ്മുടെ സാറിന്റെ ആദ്യത്തെ സിനിമ വരുന്നത് എനിക്ക് തോന്നുന്നു 2010 മറ്റോ ആണ്. ഏത് ഫിലിമിലാ? സോറി, ഈ ഒരു സിനിമക്ക് ആദ്യത്തെ സിനിമ ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമക്ക് ആദ്യ സിനിമ തന്നെ ദേശീയ പുരസ്കാരം. പുനരധിവാസം. നല്ല പടമായിരുന്നു. അതെ അതെ. ആ സിനിമ VKP ഒരു എന്താ പറയാ, ഡിജിറ്റലിൽ വരുന്ന മൂന്നാമത് അത് അദ്ദേഹത്തിന്റെ സിനിമയാണ്. അതെ അതെ. ഫസ്റ്റ് ഡിജിറ്റൽ VKP-ക്ക് ഒരുപാട് ക്രെഡിറ്റ്സ് പോകേണ്ട ഒരു ഡയറക്ടർ ആക്ച്വലി. പക്ഷെ പുള്ളി അങ്ങനൊന്നും ഇത് ചെയ്യത്തില്ല. വളരെ പുള്ളിയുടെ ഓരോ സിനിമയ്ക്കും ഓരോ സ്വഭാവമാണ്. സെയിം ജോണറിൽ അദ്ദേഹം സിനിമ ചെയ്യാം. അതെ, ഭയങ്കര വെർസറ്റാലിറ്റി ആണ് ഈ സിനിമകളിലൊക്കെ. 3 Kings എടുത്ത ആളാണ്, 3ാമത്തെ ആൾ എടുത്ത ആളാണ്. ഇത് നമ്മൾ ഭയങ്കര ഡിഫറൻസ്. ടെക്നോളജി പുതിയതായിട്ട് പുള്ളി ഒരുപാട് പരീക്ഷിക്കും. അത് ധൈര്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ഒരാളാണ്. ഒരുപാട് ടെക്നോളജി പുള്ളിയുടെ ഇതിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്ഡേറ്റ് ചെയ്യുന്ന ഒരുപാട്. ഇപ്പോൾ ആക്ടേഴ്സിനെ പോലും ഞാൻ എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്ത ഒരു പരീക്ഷണം എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, മീരൊക്കെ എന്താ അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്കും ഒരു ഇതും തോന്നുന്നില്ല. പുള്ളി അടിപൊളിയായിട്ട് വളരെ ഇതായിട്ട് ഞാൻ പറഞ്ഞ ആയതുകൊണ്ടല്ല, പുള്ളിയുടെ തോന്നുന്നതായിരിക്കും. വിനയം കൊണ്ട് തോന്നുന്നതായിരിക്കും. അല്ല, അങ്ങനെ അതുകൊണ്ട് പറഞ്ഞല്ല. ഇപ്പം അങ്ങനല്ല, ഞാൻ ഇപ്പൊ ഒരു എന്തിനു വെക്കുന്നു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. സാറിനപ്പം നോക്കുമ്പോൾ ഒരു പുതിയൊരു ആക്ടർ പുള്ളിയിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് പെർഫോം ചെയ്താൽ പുതിയ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. അതെ, അതൊരു ശരിയാണ്. പരീക്ഷണം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ അശ്വിന്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ആയിരിക്കും, ബീങ് ഇൻ യുവർ പൊസിഷൻ. ലൈക്ക് ആ എക്സ്പെക്ട് എനിക്ക് വരുമ്പോ ഞാൻ എങ്ങനെയാന്നുള്ളത്. അത് ആരും ഇപ്പൊ എനിക്കാണല്ലോ, നമ്മളൊക്കെ എവറി ടൈം ഇൻ ലൈഫ് വി കീപ് ഫേസിങ് ന്യൂ സിറ്റുവേഷൻസ്, ന്യൂ ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ്. അതായത് നമ്മൾ ജീവിതത്തിൽ പല ഇതിലും അത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും നമുക്ക്, അല്ല ചേട്ടാ? അപ്പോൾ അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഏകദേശം ബ്രാൻഡ് ന്യൂ കമ്മർ അല്ലെങ്കിലും 3 മൂവീസ് ചെയ്തിട്ടുണ്ട്. എത്ര മൂവീസ് ഉണ്ട്? എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു അനുരാഗമാണ് എനിക്ക് ഏറ്റവും എക്സ്പീരിയൻസ് തന്ന സിനിമ. കാരണം ആ സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യാൻ പോയി, അങ്ങനെ പ്രോജക്റ്റായി. ഞാനും എൻ്റെ ഡയറക്ടറുണ്ട് ഷഹദ്, ഞങ്ങൾ ഒന്നിച്ച് അത്രയും അതിനു വേണ്ടി ഓടിയിട്ടുള്ളതാണ്. അപ്പം അത് കഴിഞ്ഞ് ചെയ്യുന്ന സിനിമ. അപ്പം എനിക്ക് അനുരാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു രീതിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ ബ്രാൻഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, എക്സ്പീരിയൻസ്ഡ്. അപ്പം അതൊക്കെ അശ്വിൻ വളരെ നല്ല ഭയങ്കര പെർഫോമൻസ് അതിനകത്ത് നന്നായിട്ടുണ്ട്. ഇങ്ങനെ നിക്കണം, ലൈക്ക് എപ്പോഴും ഇങ്ങനെ ജ്വലിച്ച് നിക്കണം. മീരയുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവർ രണ്ടുപേരുടെ സിനിമയാണ് വാസ്തവത്തിൽ, തീർച്ചയായിട്ടും. അല്ല, അശോകൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ബാങ്ക് മാനേജർ റോളാണല്ലോ. അപ്പൊ അശോകന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടും മീര കാണാൻ വരുന്ന അശോകന്റെ സമയത്ത് അശോകൻ നമുക്ക് ഹരിഹർ നഗർ തൊട്ടേ അശോകേട്ടന്റെ ഈ ഒരു പഞ്ചാര കോഴി പരിപാടീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാമത് പറഞ്ഞാണ്
അല്ല പറഞ്ഞ ആ ഒരു പൂവാലൻ ടൈപ്പ് നമ്മൾ അന്നൊക്കെ കണ്ടിട്ടുള്ള അശോകനല്ലേ, അവിടുന്നൊക്കെ ഇപ്പോ അപ്പോഴും ആ ക്യാരക്ടറിനെ അശോകേട്ടൻ നറേറ്റ് ചെയ്യുന്ന ഒരു രീതിയില്ലേ, അത് ഭയങ്കര അട്രാക്റ്റീവ്. അപ്പൊ ഇടയ്ക്ക് കാണിച്ചു ഞങ്ങൾ നേരത്തെ ആ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കും അശോകൻ അങ്ങനെയാണ് അശോകൻ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് കാണിക്കും. ഞാൻ മനസ്സിലായി കുട്ടി കല്യാണം കഴിച്ചാണോ? നിങ്ങൾ തമ്മിലൊന്നും ഇതാണ്. എന്താ പേര്? സുമി. സുമി. സുമി കല്യാണം കഴിച്ചാണോ? ഇല്ല സർ. എന്താ സുമല്ലേ? ഇങ്ങനെ ഒന്നും അത് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്. അങ്ങനല്ലേ പറയുന്നത്? അയ്യോ, പിന്നെ ആരൊക്കെ ഉണ്ട്? ചേട്ടൻ പക്ഷെ ഗൾഫിലാ. പക്ഷെ ഗൾഫിലാ. അപ്പൊ ഇതൊക്കെ നമുക്ക് ചാൻസ് കിട്ടുമെന്നുള്ളതായിരുന്നു സംഭവം. ഇത് അതൊക്കെ കയ്യിൽ നിന്ന് വരുന്നതാണോ ആ സംഭവം? അല്ല, ഉറപ്പായിട്ട് നമുക്ക് റൈറ്റിംഗിൽ നമുക്ക് അല്ല നമ്മളെ ചിലപ്പോ നമ്മൾ അങ്ങനെ എഴുതും. പക്ഷെ ഷോയേട്ടന്റെ സീനില് എനിക്ക് ആശിഷ് ചേട്ടൻ ആണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ എന്റെ അടുത്ത് പറയുന്നത്. അപ്പം ചേട്ടന്റെ ആ മാനറിസം വെച്ചുകൊണ്ട് അവനെ കൊണ്ട് ട്രൈ ചെയ്യുന്ന രീതിയിൽ അവരത് പറയുന്നത്. അപ്പൊ നമ്മൾ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ അത് വെച്ചിട്ടുണ്ട്. അതെ അതെ, നറേറ്റ് ചെയ്യുമ്പോൾ ആശിഷ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആശിഷ് ഞങ്ങളുടെ റൈറ്ററാണ്, ബാംഗ്ലൂർ അസോസിയേറ്റ് ഡയറക്ടർ. ആശിഷ് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് അശോകൻ ചേട്ടൻ ഫിക്സ് ആയി. അപ്പൊ ആ ചേട്ടന്റെ അപ്പൊ അശോകൻ ചേട്ടൻ ചെയ്യുമ്പോ ആശിഷ് ചേട്ടനെ ഇത് ചെയ്തിട്ടാ പറയുന്നത്. സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോ ചേട്ടനെ ഇതാ പറഞ്ഞോണ്ടിരിക്കും. ചേട്ടൻ ചെയ്യുമ്പോ ഇങ്ങനെയാണ്, ചേട്ടൻ ചെയ്യുമ്പോ ഇങ്ങനെയുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഡേ ചേട്ടൻ വന്ന ദിവസം ഫസ്റ്റ് ഡേ നമ്മൾ ആ മോണിറ്ററിൽ പോയിരിക്കും. നമുക്ക് ആ ഇവ പറയുന്ന ഈ സംഭവം കാണണമെന്നുള്ളത്. അവിടെ ചേട്ടനായ ചേട്ടൻ്റെ ഒരു പരിപാടി അവിടെ കൊണ്ടുവരുമല്ലോ, ഭയങ്കര എല്ലാവരും ചെയ്യും. പിന്നെ യവനികയൊക്കെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പം ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അതെ, യവനികയുടെ ആ ഒരു സീനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഒരു സാധനം അതിന് തിയേറ്റർ അല്ലേ, ഉറപ്പല്ലേ? അപ്പൊ ഞങ്ങളന്ന് പറയുന്നത് അന്ന് ഞങ്ങളത് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, സീക്വൻസ് പറയുന്നില്ല, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ അതാണ് ഒരു ആക്ടറിന്റെ അപ്ഡേഷൻ. ഇല്ല, അതൊക്കെ ഞാൻ അന്ന് ചെയ്തല്ലേ, എനിക്ക് ഇന്ന് പുതിയത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങള് പോയിട്ടേ ഇപ്പൊ VKP സാർ പറ സാർ എന്നിട്ട് അശോക് അത് തന്നെ ചെയ്ത് നോക്ക്, പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫാൻ മൊമെന്റ് ആണ് അശോകേട്ടൻ ആ സംഭവം ചെയ്തപ്പോഴത്തേക്ക്. പക്ഷേ തിയേറ്ററിൽ സെറ്റാണ്. അങ്ങനെ ആവട്ടെ. മീര, അപ്പോൾ എനിക്ക് അതുപോലെ ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ, നമുക്ക് ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് വരുമ്പോഴേ, ഇപ്പോൾ ഒരു ഷൂട്ട് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് ഉണ്ട് എന്ന് നമ്മുടെ പറയല്ലോ ഡയറക്ടർ, ഈ സീൻ ഇതാണെന്നൊക്കെ നറേറ്റ് ചെയ്തില്ലേ. അപ്പോൾ എങ്ങനെയാണ് മീരയുടെ ഒരു പ്രിപ്പറേഷൻ? അപ്പോൾ ചില ആളുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ആക്ഷൻ പറഞ്ഞാൽ ഉടനെ അപ്പോഴുണ്ടായിരുന്ന എൻ്റെ മൂഡ് ചേഞ്ച് ചെയ്തിട്ട് നേരെ ക്യാരക്ടർ ആകും എന്നുള്ളത്. ചിലർ അരമണിക്കൂർ മാറി നിന്ന് ആ ക്യാരക്ടർ ആയി നേരെ ക്യാമറയിലേക്ക് വരും എന്നുള്ളത്. മീര എങ്ങനെയാണ്? ഡിപ്പെൻഡ്സ് ഓൺ ആ ഒരു സിറ്റുവേഷൻ, എന്ത് തരം സിറ്റുവേഷൻ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ വളരെ ഡീപ്പ് ഇമോഷണൽ, അതായത് ഇമോഷൻസ് ക്യാൻ ബി ലൈക്ക് എന്താ പറയുക, കുറച്ച് പെയിൻഫുൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഡെപ്ത് ഉള്ള സംഭവങ്ങളാണെങ്കിൽ ഇത്തിരി ഒരു അതിലോട്ട് വരണം. അതായത് പെട്ടെന്ന് ഹാ എന്ന് പറഞ്ഞ് ചിരിച്ച് കളിച്ചിട്ട് റെഡി ഇങ്ങനെ വരാൻ പറ്റത്തില്ല. അതിൻ്റെതായ ഒരു ടൈം ഉണ്ട്, അത് പറ്റത്തില്ല. പക്ഷേ ഫണ്ണി ആയിട്ടുള്ള തമാശയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് വേണേലും അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് അതെ. പിന്നെ അങ്ങനെ ഒരുപാട് ഹോംവർക്ക് ചെയ്യാൻ ആ രീതിയിലുള്ളൊരു ആക്ടർ അല്ല ഞാൻ. ഇപ്പൊ ഞാൻ ഓവർ പ്രിപ്പയർ ചെയ്യത്തില്ല. ഓവർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, കുളവായി മാറും. അപ്പം ഒരു കാര്യം ജസ്റ്റ് ഒന്നൊരു, ഇപ്പം നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അല്ല സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് ഇതിൻ്റെ ഒരു ക്യാരക്ടർ പതിഞ്ഞു. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടു, നമ്മൾ ഇനിയും ചെയ്യാൻ പോവാം. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും സെക്കൻഡ് ഫേസിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പതിയും. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഹോംവർക്കും ഞാൻ ഇങ്ങനെ നടക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അത് എനിക്ക് പറ്റത്തില്ല. അത് പിന്നെ സെറ്റിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. ബിക്കോസ് ആ സെറ്റിൻ്റെ എനർജി, അറ്റ്മോസ്ഫിയർ, ആംബിയൻസ്, കൂടെയുള്ള ആക്ടേഴ്സ്, പിന്നെ നമ്മൾ ആ കോസ്റ്റ്യൂം ഇടുമ്പോൾ, മേക്കപ്പ് ഇടുമ്പോൾ എല്ലാം വരുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു എനർജി ബേസ് ചെയ്താൽ അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇനി അങ്ങനെ എന്തെങ്കിലും ടഫ് ബോഡി ലാംഗ്വേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് വെക്കും. ഓവർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല.
നമ്മുടെ ചുറ്റുപാടുകൾ നോക്കണം അല്ലേ? അതെ അതെ അതെ. നിരീക്ഷിക്കാന്നല്ലേ? ആക്ടേഴ്സ് വെച്ചാൽ ചെറിയൊരു കാര്യങ്ങൾ നമ്മളെ ഡള്ളായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ആക്ടിങ്ങിനെ ബാധിക്കും അത്. തീർച്ചയായിട്ടും സാറേ, അതൊക്കെ പ്രധാന ഒരു കാര്യമാണ്. ഒരു ക്യാരക്ടറൊക്കെ പ്രതീക്ഷയുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്ത് ഒരുമാതിരി വൃത്തിയാക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൂടെ നോക്കണം, അതേ പറ്റൂ. അതായത് എനർജി കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇതിവിടെ കൊടുക്കൽ വാങ്ങലാണ്. അത് സോ ഇവിടെ സംവിധായകനുണ്ട്, ക്യാമറമാൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും തമ്മിലുള്ള എക്സ്ചേഞ്ച് ഓഫ് എനർജി പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ദർ ഇസ് കോൺസ്റ്റന്റ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ദാറ്റ്സ് ഹാപ്പനിങ്. പിന്നെ അവിടുത്തെ കാലാവസ്ഥ എല്ലാം. സോ ടൈം ആൻഡ് സ്പേസിലാണ് പെർഫോമൻസ് ഇരിക്കുന്നത്. അത് വന്ന് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പിന്നെ രണ്ടാമതൊരു ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത്രയും വരത്തില്ല. അങ്ങനെയൊക്കെ ശരിയാണ്. അതുപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ പൊതുവിൽ മലയാള സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു തോന്നുന്നൊരു കാര്യമാണല്ലോ, പഴയ സിനിമകൾ ഇപ്പോൾ മീരയുടെ ഉൾപ്പെടെയുള്ള ഗ്രാമഫോൺ ആണെങ്കിലും സൂത്രധാരനാണെങ്കിലും കസ്തൂരിമാനാണെങ്കിലും ഒക്കെ നമുക്ക് എൻ്റെ ഡയലോഗ് ഓൾമോസ്റ്റ് അറിയാം, സിനിമ എന്താണെന്ന് അറിയാം. മറ്റേ ചാക്കോച്ചനൊക്കെ ക്ലൈമാക്സിൽ പറയും ഇതിൻ്റെ സങ്കടം ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം, അവിടെ ചാക്കോച്ചൻ അതാ പറയുന്നത്. പക്ഷെ നമ്മൾ ചോറുണ്ടായിരിക്കുമ്പോൾ പിന്നെ ആ സീൻ വന്നാൽ നമ്മളത് വീണ്ടും കാണും. പക്ഷെ ഇപ്പോഴത്തെ സിനിമകളെ സംബന്ധിച്ച് ആ ഒരു റിപ്പീറ്റ് വാല്യൂ വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി, അല്ലേ അശോട്ട? അശോട്ടൻ എന്താ തോന്നുന്നത്? നമുക്ക് പഴയ സിനിമ അതെന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എന്തായിരിക്കും ഇപ്പോൾ പുലിവാൽ കല്യാണമൊക്കെ എൻ്റെ ഡയലോഗ് അറിയാം, പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും അത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിനിമകൾ നമ്മൾ 2 വട്ടം 3 വട്ടം കാണും മാക്സിമം, അല്ലേ? ശരിയല്ലേ? എന്താ അതിനൊക്കെ ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു, ശരിയാണത്. അതായത് എന്താ കാര്യം എന്നതൊക്കെ ഇപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്തോണ്ടിരിക്കണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെപ്തിന്റെ കുഴപ്പതാണ്. ഡെപ്ത് ഉള്ളതാണ്, നമ്മുടെ ഉള്ളിൽ പതിയുന്ന ഡീപ്പായിട്ടുള്ള സംഭവങ്ങൾ. അത് സൂപ്പർഫിഷ്യൽ അല്ല, പെരിഫറൽ അല്ല. സോ ദ മോർ ഡീപ്പർ യു ഗോ ഇറ്റ് സ്റ്റേസ് ഫോർ എവർ. അതിന് കാലത്തിന് അതീതമായിട്ട് അത് നിലനിൽക്കും. പക്ഷെ അത് പെരിഫറലായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ മറക്കും എന്നാണ് ഒരു ധാരണ. അല്ല, എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രോ ഇപ്പം പറഞ്ഞ സിനിമകൾ അതൊക്കെ ഇവർ അഭിനയിച്ചുകൊണ്ടിരുന്ന ടൈം ഇവർ ചെയ്തോണ്ട് ചിലപ്പോൾ ഇവർ ചെയ്ത സിനിമ ചിലപ്പോൾ ഇവർ റിപ്പീറ്റ് വാല്യൂ കാണുമെന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ബ്രോ പറഞ്ഞ് ശരിയാണ്, നമുക്ക് ഫുഡ് കഴിക്കാൻ നേരം CID മൂസ വന്നാൽ ഈ പടങ്ങൾ വന്നാൽ നമ്മളത് കാണും. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ വളരുന്ന സമയത്ത് നമ്മൾ കണ്ട സിനിമകൾ ഇനിയിപ്പം നെക്സ്റ്റ് ഒരു ജനറേഷൻ അവർക്ക് ഈ പറയുന്ന പോലെ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുണ്ടാവും. നമ്മൾ ചില നേരത്ത് അവർക്ക് ഇഷ്ടമുള്ള അവർ പറയുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇത് ഇത്ര നേരം ഇരുന്ന് കണ്ടോണ്ടിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞെട്ടാറുണ്ട്. കാലത്തിനനുസരിച്ച് മാറും. നമ്മുടെ റിപ്പീറ്റ് വാല്യൂ അതാണെങ്കിൽ ഇപ്പോഴത്തെ പടങ്ങളായിരിക്കും. ഓരോരുത്തർക്കും കാലമാണല്ലോ. അതാണ് ഈ റിപ്പീറ്റ് വാല്യൂവിന്റെ സംഭവം. അത് എനിക്ക് തോന്നുന്നത് കാലം മാറുമ്പോ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും That's true. പക്ഷെ ചില ക്ലാസിക്സ് ഒക്കെ എനിക്ക് ബ്രോ ചോദിച്ചാൽ അതല്ലല്ലോ, മറ്റേ നമ്മൾ തമാശയുടെ ക്ലാസിക് സിനിമ എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ഈ നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പം നമ്മൾ കാണുന്ന സിനിമകളുണ്ടല്ലോ, അത് ശരിയാണ്. ഇപ്പൊ ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു സിനിമ എടുക്കാതെ ശരിയാവില്ല. ഒരു കോമഡി പടം ഞങ്ങൾ എടുക്കാൻ പോവാ, ഈ കോമഡി എടുക്കുക എന്ന് പറഞ്ഞാൽ കാണുന്നവരോട് അത് മനസ്സിലാക്കി ചിരിക്കുകയോ ചെയ്യണ്ടേ. കോമഡിക്ക് വേണ്ടി ഒരു സിനിമ ഒരിക്കലും എടുക്കാൻ പറ്റില്ല. ഈ എഴുതുമ്പോൾ വരുന്ന സിറ്റുവേഷനാണ് അവർ മനസ്സിൽ വളരെ. അല്ലെങ്കിൽ ഞങ്ങൾ വളരെ ഒരു അവാർഡ് സിനിമ എടുക്കാൻ പോവാം എന്നൊക്കെ പറയാം. ഇതൊരു അവാർഡ് സിനിമ, ഞാൻ അവാർഡ് സിനിമ ചെയ്യാൻ പോവാ. അവാർഡ് നമ്മളാണ് തീരുമാനിക്കുന്നത്. അവാർഡ് കിട്ടുന്നത് നമ്മൾ നന്നായി ചെയ്തതിനു ശേഷം ജൂറി ഉണ്ട്, അവര് തീരുമാനിക്കും അവാർഡ് വേണോ, നമ്മൾ നന്നായി പടം ചെയ്യണം. അതുപോലെ ഇപ്പം പലരും പറയാറുണ്ട്, ഈ സീനിന് തിയേറ്ററിൽ നിന്ന് ഭയങ്കരമായിരിക്കും എന്നൊക്കെ. ഇത് അവനവൻ തന്നെ തീരുമാനിച്ചാൽ പോരാല്ലോ, എല്ലാവരും തീരുമാനിക്കണ്ടേ. അത് തന്നെത്താൻ അവനവൻ തന്നെ അങ്ങ് പൊഴുത്തിട്ട് അത് ഭയങ്കര പരിചയം കിട്ടും. അതെങ്ങനെ പറയാൻ പറ്റും നമുക്കത്? ഈ ഹരിഹരൻ നഗർ എന്ന് പറയുന്ന പടത്തില് അത് ഭയങ്കര ഒരു ത്രില്ലർ സിനിമയുണ്ട്. ഒരു പെട്ടി ആദ്യം ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിൽനിന്നാണ് ആ ഹ്യൂമർ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ഹ്യൂമറിന് വേണ്ടി സീൻസ് ഉണ്ടാക്കുക. കറക്റ്റ് സ്റ്റോറി ലൈൻ അവിടെ വന്നിട്ടാണ് അവിടെ ഹ്യൂമർ വരുന്നത്. അതുപോലെ തന്നെ പാലും പഴത്തിലും നമ്മുടെ ഈ പടത്തിലും ഇത് മറ്റേ ഇത് കോമഡി പടമാണെ കോമഡി അടുത്ത കോമഡി വരുന്നു അതല്ല. ഇതിലും ഈ പറയുന്ന പോലെ ഈ 2 പേര് പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെ ആ നേരം വരുന്ന സംഭവം, ആ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് വരുന്ന ഒരു ചിരിയാണ്. ഇതൊരു കോമഡി പടം എന്ന് പറയാൻ പറ്റില്ല.
അങ്ങനെ ആ ലെവലല്ല, പക്ഷേ കോമഡി ഉണ്ട് അതിനകത്ത്. കോമഡി ഉണ്ട് ഇതിനകത്ത്, കോമഡി സീരിയസ്നെസ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എനിക്ക് മീരയോട് ചോദിക്കാനുള്ളത്, ഉർവശി ചേച്ചിക്ക് വീണ്ടും ഒരു സംസ്ഥാന അവാർഡ്. അതിനുള്ള അതൊന്നും ഉർവശി ചേച്ചിക്ക് അവാർഡ് ഇനി എത്ര കിട്ടിയാലും അല്ലേ? അയ്യോ പിന്നെ തീർച്ചയായിട്ടും അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്, കിട്ടേണ്ടതാണ്. ചേട്ടനും അത്ര എക്സ്പീരിയൻസ് ഉണ്ട് ചേച്ചിയായിട്ട്. ഓൾ ദി അവാർഡ്സ് ഇൻ ദ വേൾഡ്. അച്ഛൻ്റെ അമ്മക്ക് ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണല്ലേ? അച്ഛൻ അങ്ങനെയല്ലേ? എന്റെ അമ്മയ്ക്ക് അവാർഡ്. കറക്റ്റ്. ഷീസ് ലൈക്ക് അങ്ങനെ ഒരു ഇതല്ലേ. ഉർവശി തന്നെ പറഞ്ഞിട്ടേ, നമ്മുടെ ആ കടുവറ സീനില്ലേ, അതിൽ കുറെ ടേക്ക് പോയി മീരക്ക് ചിരി വന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, അത് ഈ ഫിലിമിന്റെ ടെൻഷൻ ഉണ്ടായി. നമ്മൾ അന്ന് ഫിലിം ആയിരുന്നു, അന്ന് ഇങ്ങനെ സത്യനങ്ങൾ പറഞ്ഞു. അതല്ലേ ചേച്ചി ഇന്റർവ്യൂല് പറഞ്ഞേക്കുന്നത്, ചെയ്തോളാം ഉർവശി തോന്നൂല. അയ്യോ ചേച്ചി എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയാന്ന്. പക്ഷെ അതങ്ങ് നാച്ചുറലി വന്നത് അങ്ങ് ഇതായതാ, ഓക്കെ ആയതാ. അതൊന്നും നമുക്ക് പ്ലാൻ ചെയ്തോ ഇന്നത് ഒന്നും പറ്റത്തില്ല. അല്ല, ചില സീൻസ് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അശോകന് കുറച്ചുകൂടി അത് അനുഭവം ഉണ്ടാവും. കാരണം നിങ്ങളത് ഇങ്ങ് ചെയ്തോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ഒരു മാനസികാവസ്ഥ? അല്ല, ഡയറക്ടർക്ക് ഏതായാലും ഒരു ഐഡിയ മനസ്സിലുണ്ട്. നമ്മളിങ്ങനെ ചെയ്ത് പിന്നെ അത് എന്താ പരമാവധി ചെയ്യുക എന്നുള്ളത്, അതിൽ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക. അതിനകത്ത് വേണ്ടത് വേണ്ടാത്തത് മാത്രം മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. ഡയറക്ടർക്ക് എവിടെങ്കിലും ഒരു ഐഡിയ ഇല്ലാതെ പറ്റിയിട്ടില്ല. ഡയറക്ടേഴ്സ് ആക്ടർ ചേട്ടൻ, യു ആർ എ ഡയറക്ടേഴ്സ് ആക്ടർ നോ? ശരിയാണ്, അങ്ങനെ പറയാം. കാരണം ഇത്രയും വെർസറ്റാലിറ്റി അല്ലെങ്കിൽ സംഭവിക്കില്ലല്ലോ അല്ലേ? ഐ തിങ്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇത്, ഐ തിങ്ക് ഡയറക്ടേഴ്സ് ആക്ടർ ആകുമ്പോഴത്തേക്കും യു ഗെറ്റ് അത് വെർസറ്റാലിറ്റി സംഭവിക്കും എന്നാണ് അഭിപ്രായം. തീർച്ചയായിട്ടും. കാരണം ഞാനിപ്പോൾ വന്നതല്ല അങ്ങനെയുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആദ്യ സിനിമയിൽ വന്നത്. അപ്പോൾ അവർക്കൊരു ക്യാരക്ടർ ഉണ്ടാക്കാനും ഈ ആളിനെ കൊണ്ട് ഇന്നതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഒരു വിശ്വാസം അവരിലുണ്ട്. നമ്മളിൽ അതിങ്ങോട്ടും പ്രതിഫലിക്കുന്നു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് ഗുണങ്ങളുണ്ടാകുന്നു. അങ്ങനെയുള്ളവർ വന്നു അപ്പോൾ പല കാര്യം അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കുറച്ച് സോളിഡായിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്നുള്ളൊരു ഈശ്വര അതിനെ വേറൊന്നുമല്ല. അത് എൻ്റെ പറയാനുള്ള അത് തന്നെയാണ്, വേറൊന്നുമല്ല. ചേട്ടാ, ഈ അമരം സിനിമയെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്തെ ഈ കടലിൽ പോകുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴാണ് സിനിമ ടെക്നിക്കലി കുറച്ചുകൂടി അപ്സ്കിൽ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഈ കടലിൽ പോക്കും അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടാ ശരിക്കും? കടലിൽ ഞങ്ങൾ കുറച്ച് പോയി. അങ്ങ് ഒരുപാടുള്ളിൽ പോകാൻ പറ്റില്ല, റിസ്ക് ആണത്. അപ്പോൾ കുറച്ച് കടലിൽ പോയിട്ടുണ്ട്, ബാക്കിയൊക്കെ അല്ലാതെ അഡ്ജസ്റ്റ്മെൻ്റ് എടുത്തതാണ്. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, ടെക്നിക്കലി ഇന്ന് അത്രയും വളർന്നിട്ടില്ല അന്ന്. പക്ഷെ ഇന്ന് ആ സിനിമ കണ്ടാലും അങ്ങനെയുള്ള കുഴപ്പം പടത്തിൽ ഫീൽ ചെയ്യില്ല. ശരി, ആ പ്രശ്നമല്ലല്ലോ. അതെ, ഇപ്പൊ നന്നായിട്ട് തോന്നുള്ളൂ. സുഖമായിട്ട് എടുത്തോണ്ട് വരാം, പോയി സുഖമായിട്ട് കൊണ്ടുവരാന്ന് പറയാം. അതെ, അങ്ങനെ പോവില്ല, പോയാൽ തന്നെ പെട്ടെന്ന്. ഈ സ്രാവിനെയൊക്കെ അതൊരു എല്ലാം കൂടി ഒരു 40-45 ദിവസം എടുത്തു. എടുത്തു. പിന്നെ അവസാനത്തേക്ക് ഈ സ്രാവിനെ പിടിക്കും. സ്രാവിൻ്റെ രൂപങ്ങൾ അത് മദ്രാസിലാണ് അന്ന്, അവിടുത്തെ കടലിൽ അങ്ങോട്ട് കുറച്ചെടുത്തു. ചെന്നൈയിൽ മറീന ബീച്ചിന് പറ്റുമാണ്. കുറച്ച് ഷോട്ടുകൾ മാത്രം, ബാക്കിയെല്ലാം ആലപ്പുഴ ഓനപ്പുഴ എടുത്തില്ല. ഞങ്ങളുടെ നാട്, ഞാൻ ആലപ്പുഴ. എന്റെ മമ്മി തലവടിയാ. ആലപ്പുഴയാണ് അല്ലേ? അതെ, തിരുവല്ല. ഇവൻ ആലപ്പുഴ. തിരുവല്ല. അയ്യോ, താറാവൊക്കെ എന്റെ ഫേവറേറ്റ് ആട്ടോ. ആണോ? ഞങ്ങൾ വീട്ടിലെപ്പോഴുള്ള താറാമുട്ട എല്ലാം നമ്മുടെ ഫേവറേറ്റ്. പാലപ്പവും താറാവ് റോസ്റ്റും. അയ്യോ, പിന്നെ നമ്മുടെ ആറ്റുവാള കറി. ഓ എന്റെ പറഞ്ഞതൊക്കെ കൊതിപ്പിക്കാം. ചേട്ടാ, ഇതുപോലെ പറയാനേ അശ്വന്റെ ഫേവറേറ്റ് ഫുഡ് എന്താ? ഈ താറാവ് ഇറച്ചി എന്റെ ഫേവറേറ്റ് ആണ്. വെള്ളയപ്പം ഫേവറേറ്റ് ആണ്. എങ്ങനെ വെക്കണം, എങ്ങനെ കറി വെക്കണം ഇഷ്ടം? അത് പിന്നെ കുരുമുളക് ഇട്ട് താറാവ് സ്റ്റൂ അതൊക്കെ ഇഷ്ടമാണ്. സ്റ്റൂ ആയിട്ടും വെക്കാം. മറ്റേ പിന്നെ അശ്വിന്റെ ഫുഡ് എന്താ അങ്ങനെ പറയാ? എനിക്ക് ബിരിയാണിയാണ് എന്റെ ഓൾ ടൈം. എന്നാലും ഏത് തലശ്ശേരി ബിരിയാണി, അല്ല എനിക്ക് എല്ലാ നാട്ടിലെ ബിരിയാണി, ഏത് നാട്ടിലെ അല്ല എനിക്ക് എല്ലായിടും. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് ഒരുത്തൻ ഷഹദ്, അവന് ചെന്നൈ ബിരിയാണി അവന് വർക്കല്ല. എനിക്ക് ചെന്നൈ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ ചെന്നൈ ബിരിയാണി കഴിക്കണം. ഇവിടെ നമ്മുടെ കൊച്ചിയിൽ മട്ടാഞ്ചേരി സ്റ്റൈൽ ബിരിയാണി അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. ഓക്കെ, ഞാനേ ഒരു ചെറിയ പെട്ടെന്ന് തീർക്കാട്ടോ. അത് എൻ്റെ അടുത്ത് കുറച്ച് ആളുകൾ മീര അടുത്ത് ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞ കുറച്ച് സംഭവങ്ങളാണ്. അല്ല, ഒന്നുമില്ല, കുറച്ച് സിനിമകൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം. മീര അഭിനയിച്ച കുറച്ച് സിനിമകളിലെ മീരയുടെ ഫേവറേറ്റ് സീൻസ് നമുക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ, കസ്തൂരിമാനിലെ ഫേവറേറ്റ് സീൻ എന്താ?
ക്ലൈമാക്സിൽ ഷാക്കോച്ചൻ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്ന ജയിലിലെ ചാക്കോച്ചൻ കളക്ടറായിട്ട് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക നിലത്തിരുന്ന് ഇങ്ങനെ നോക്കും. അതൊരു അതെ അതെ. ഞാൻ ഈ സിനിമ നിങ്ങൾക്കും അങ്ങനെ ഫേവറേറ്റ് ഉണ്ട് പറയാൻ കേട്ടോ. ഗ്രാമഫോണിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണങ്ങളുടെ അടുത്ത് പോയിട്ട് കണക്ക് പറയുന്നത് എന്റെ ഫേവറേറ്റ് ഒടുവിൽ ഉണ്ണികൃഷ്ണങ്ങള്. ആൻഡ് വി മിസ് ഹിം. ഒരു സ്വാഭാവിക നടനല്ലേ, പിന്നെ മലയാളത്തിൽ സംശയമാണ്. കണക്ക് പറയാ കടയിൽ പോയിരിങ്ങനെ ഇന്നിനും. പെരുമഴക്കാലം പെരുമഴക്കാലത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരുപാട് സീക്വൻസ് ഉണ്ട്. ഐ തിങ്ക് ആ വീട്ടിലുള്ള സീൻസും പിന്നെ കാവ്യ എടുത്തു പോയി ഇതിനു വേണ്ടി ഫൊർഗിവ്നെസ്സിന് വേണ്ടി ചോദിക്കുന്ന സീനൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണ്. അച്ഛൻ്റെ അമ്മ കടുവറ അല്ല, പക്ഷേ കടുവറ ഫൺ രീതിയിൽ അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തത് മറ്റേ ആ മരണ വീട്ടിൽ പോകുമ്പം അമ്മ വരുന്നത്, അമ്മയുമായിട്ട് അപ്പം സംസാരിക്കുന്നില്ല, ആ ഒരു സീക്വൻസ് ഉണ്ട്. അതെനിക്ക് ഏറ്റവും ഇമോഷണൽ ആയ സീൻ. അന്ന് ആ ഇതിൽ ഉർവശിയുമായിട്ട് സംസാരിക്കാത്ത ഒരു സീൻ, പക്ഷെ അവിടെ വരുന്നുണ്ട് ഞാൻ. രസതന്ത്രം മുണ്ട് മടക്കിയിട്ട് ചായ കുടിക്കാൻ മറ്റേ ഇത് കടയിൽ പോയി ചായ വാങ്ങിച്ചു വെച്ചിങ്ങനെ കണ്ണടച്ച് കാണിക്കത്തില്ല. അത് കൽക്കട്ട ന്യൂസില് ഐ തിങ്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു കുറെ ഈ ബ്ലാക്ക് മാജിക് പരിപാടികളൊക്കെ ഇല്ലേ, അത് ഒരിക്കലും മറക്കത്തില്ല. ആ സംഭവമൊക്കെ അശോകൻ എന്തായിരിക്കും പെട്ടെന്ന് മീരയുടെ ഒരു ക്യാരക്ടറൊക്കെ പറയാൻ തോന്നി എന്തായിരിക്കും പറയാൻ? അല്ല, എനിക്ക് ഇതെല്ലാം പലതും കണ്ടാണ്, അതെല്ലാം കറക്റ്റാണ്. എനിക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന കസ്തൂരിമാരാണ്. അതിനകത്തൊരു ടൂ വീലറൊരു വരവൊക്കെ വെറ്റയൊക്കെ മുറുക്കി മറ്റേ വലിയ വളയം കമ്മലൊക്കെ ഇട്ട് ഒരു സംഭവം അല്ലേ, ഭയങ്കര രസമാണ് അതൊക്കെ. ഭയങ്കര അങ്ങനെ ഒരു ക്യാരക്ടർ, ഒരു ഫീമെയിൽ ക്യാരക്ടറൊക്കെ അത് ചെയ്യുന്ന ചുരുക്കമോ വാസ്തവത്തിൽ. അതെ, ഭയങ്കര രസമുണ്ട്. അത് ആ ആക്ടിങ്ങിൻ്റെ റേഞ്ച് അത് കാണിക്കുന്നുണ്ട്. അതാണ് ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതല്ലേ. പിന്നെ അച്ഛൻ്റെ അമ്മ തീർച്ചയായിട്ടും അതൊക്കെയാണ്. എന്താണ് അശ്വിന് പറയാനുള്ളത്? എനിക്ക് വിനോദയാത്രയിലെ 1 കിലോ അരിയുടെ വില എത്രയാണ്? എനിക്കതാണ്, കാരണം അതാ നമ്മൾ ആ സീൻ കാണുമ്പോ തന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ചോദിച്ചാൽ നമ്മളിപ്പോ ചോദിക്കുമ്പോ ഇപ്പൊ പോലും നമ്മളാണ് ശരിക്കും എത്ര വില എത്രയായിരിക്കും ഒന്ന് പറഞ്ഞ ആ സാധനം. അല്ല, അത് സത്യനന്ദക്കാട് സിനിമകൾ എന്ന് പറയല്ലോ മനുഷ്യന്റെ മനസ്സിൽ കുറച്ചുകൂടി ഒരു ദിവ്യ വെളിച്ചം കൊടുക്കുന്ന സിനിമ, ലാളിത്യമുള്ള സിനിമകളാണ്. ഒന്ന് ആലോചിക്കണം നമ്മള് അല്ലേ, കുറച്ചുകൂടെ മനുഷ്യനായിരിക്കാൻ സഹായിക്കുന്ന സിനിമകളല്ലേ. തീർച്ചയായിട്ടും. സ്വപ്നക്കൂട് സ്വപ്നക്കൂട് പൃഥ്വിരാജ് വരുമ്പം അവസാനം ദേഹത്തെ എല്ലാം കൂടെ വലിച്ചെറിയത്തില്ലേ, ആ ക്ലൈമാക്സിന്റെ അവിടെ പിണങ്ങിയിരിക്കും ഇമോഷണൽ ആയിട്ട്. അവസാനം രാജു വരത്തില്ലേ, അപ്പൊ മേലെ ടുവേർഡ്സ് ദി എൻഡ് എന്നെ കാണാൻ വരുമ്പോ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് എന്തോ ഐ തിങ്ക് പുള്ളിയുടെ ദേഹത്ത് ഇങ്ങിട്ട് അടിക്കുന്നതും ആ സീൻ എന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത് അത് ഭയങ്കരമായിട്ട് ഇഷ്ടം. വിനോദയാത്ര അതെ, സെയിം 1 കിലോ ആയിരിക്കും എന്താ വില. എനിക്ക് അതിഷ്ടമായി, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്ക് മുരളീസ് അങ്കിളുമായിട്ടുള്ള കോമ്പിനേഷൻസ്, അച്ഛൻ മകൾ കോമ്പിനേഷൻ. അപ്പോൾ എന്തായാലും നമ്മൾ കുറെ നല്ല സന്തോഷമായ ദിവസമായിരുന്നു. ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പറ്റി, കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പോൾ പാലും പഴവും 23 ആഗസ്റ്റിന് സിനിമ വരികയാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ട്രailer കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രോമിസിങ്, ഞാൻ അശ്വിനോട് പറയുന്നത് വളരെ പ്രോമിസിങ് ആയിട്ട് അശ്വമായിട്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും പടം ഈ പറഞ്ഞ കണക്ക് ആളുകൾ വന്ന് കാണുക, അവർക്ക് മനസ്സുറന്ന് ചിരിക്കാനും ആസ്വദിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന സിനിമ തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ ഓഗസ്റ്റ് 23-ാം തീയതി എല്ലാവരും കണ്ടിരിക്കണം, പാലും പഴവും സിനിമ പോയി കണ്ടിരിക്കണം. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു.